വാതുവെപ്പുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് കോടതി റദ്ദാക്കിയെന്ന് കരുതി ഈ വിഷയത്തിൽ എസ് ശ്രീശാന്ത് കുറ്റവിമുക്തനാകില്ലെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. വാതുവെപ്പ് ആരോപണം ശരിയാണെന്ന് കണ്ടെത്തിയതോടെയാണ് BCCI ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്. BCCI ഓംബുഡ്സ്മാൻ ഇത് 7 വർഷമായി കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ശ്രീശാന്ത് കേരള ക്രിക്കറ്റർമാരുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതില്ലെന്നും KCA സെക്രട്ടറിയുടെ ഓഫീസ് പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ പരാമർശിക്കുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രീശാന്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സഞ്ജു സാംസണെ പിന്തുണച്ചതിനല്ലെന്നും അസോസിയേഷനെതിരെ തെറ്റായതും അപകീർത്തിപരവുമായ പ്രസ്താവന നടത്തിയതിനാണെന്നും ഇതിൽ വിശദീകരിക്കുന്നുമുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് ഫ്രാഞ്ചൈസി ടീമിന്റെ സഹ ഉടമയായ ശ്രീശാന്ത് KCAക്കെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞത് കരാർ ലംഘനമാണെന്നും ആരോപിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കറുത്ത അധ്യായമായിരുന്നു വാതുവെപ്പിൽ ആരോപണം നേരിട്ട് ശ്രീശാന്ത് ജയിലിൽ കഴിയുന്ന സമയത്തും അസോസിയേഷൻ ഭാരവാഹികൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശ്രീശാന്തിന് രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ KCA വീണ്ടും അവസരങ്ങൾ നൽകിയത് അസോസിയേഷന്റെ സംരക്ഷക നിലപാട് കൊണ്ട് മാത്രമാണ്. വാതുവെപ്പിൽ ഉൾപ്പെട്ട മറ്റു താരങ്ങളോട് അവരുടെ അസോസിയേഷനുകൾ ഇങ്ങനെ അനുകൂല സമീപനമാണോ എടുത്തതെന്ന് അന്വേഷിച്ചാൽ അറിയാവുന്നതാണെന്നും KCA വ്യക്തമാക്കി. സഞ്ജു സാംസണിന് ശേഷം ഇന്ത്യൻ ടീമിൽ ആര് വന്നു എന്ന ശ്രീശാന്തിന്റെ ചോദ്യം തികച്ചും അപഹാസ്യമാണെന്നും വ്യക്തമാക്കി.